ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നപ്പം ഞാൻ മീൻ മേടിച്ചിട്ടുണ്ട്. തിന്നുന്ന മീനല്ല, വളർത്തുന്ന മീൻ കാണിച്ചു തരാം. 2 കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതാണ്. എന്താ ആ ചെറിയ 2 കുഞ്ഞു താഴെ കയ്യിൽ നിന്ന് വീണു. ഗായ്സ് ഇതിൻ്റെ ഒരു ജോഡി 80 രൂപയായി. ഏത് മീനാണെന്ന് പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയപ്പോൾ മേടിച്ചു. നമ്മൾ ഗവറെ മേടിച്ചായിരുന്നു കേട്ടോ. ഞാൻ മീൻ മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞു നമ്മൾ മീൻ മേടിച്ചായിരുന്നു. എനിക്ക് ഇത് 2 ആയിട്ടാണ് മേടിച്ച മീനുകൾ. ഈ 2 മേടിച്ചുള്ളൂ, വേറെ ഞാൻ മേടിച്ചില്ല. ഇത് പിടിക്കാൻ എടുക്കുന്നില്ലേ, തെന്നിപ്പോണു. പിടിയിട്ടില്ല. ഒരെണ്ണത്തിനെ പിടിക്കാൻ പറ്റൂ. 2 മീനുകളാട്ടോ മേടിച്ചിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇനി ടാങ്ക് ഒന്ന് ഞാൻ തപ്പട്ടെ. ഇത് ടാങ്ക് ഉണ്ടെങ്കിൽ നോക്കട്ടെ. ഗൈസ് ഇവിടെ കിടന്ന് അടിയോടെ അടി. ഇതൊരു മോൺസ്റ്റർ ഫിഷാണ് ഗൈസ്. ഇതിന് ജോഡി 80, അതിന് 30 വില. ഇത് കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു. ഏതൊരു മീൻ. നമുക്ക് ചെറിയ കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇതെടുക്കാം. കാരണം എൻ്റെ വേറെ ടാങ്ക് ഇരിപ്പില്ല. എൻ്റെ ഇരിക്കുന്ന ടാങ്ക് ഫുള്ള് ഫീൽഡാണ്. താക്കോല് കാണുന്നില്ല ഗൈസ് ഷെഡിൻ്റെ. ഇന്ന് ഞാൻ ആർക്കും ഫുഡ് ഇട്ട് കൊടുത്തില്ല. നമുക്കിന്ന് ഫുഡും കൂടി ഇട്ട് കൊടുക്കണം. ഷെഡിൻ്റെ താക്കോല് കാണുന്നില്ല. താക്കോല് കിട്ടി. ഇനി തുറക്കണം. ഇതൊന്ന് തുറന്ന് ലേറ്റ് കിട്ടെ. ഗൈസ് ഞാൻ ഗവറെ മേടിച്ചെന്ന് പറഞ്ഞില്ല. അത് കിടപ്പുണ്ട് ആള്, പക്ഷെ കാണത്തില്ല ഗൈസ്. അത് ഇവിടെ ആയിട്ടാണ് മീനിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം ഇത് വെച്ചിരിക്കില്ല. നമുക്കിത് ഈ ഏണി ഒന്നെടുത്ത് മാറ്റാം. നമുക്കിന്ന് ഒതുക്കാം ഗൈസ്. ഇതാണ് 2 ടാങ്ക് നമ്മൾ ഇതാക്കിയിട്ടുള്ള ഇത് കേട്ടോ. അത് പിന്നെ അത് ഈ ഏണി നമ്മളെടുത്ത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് തടി കഷ്ണം വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ടാങ്ക് ഇങ്ങനെ നീട്ടി വയ്ക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ഇത് വെക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ട് ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ടാങ്ക് വെക്കാം. നമുക്ക് മണ്ടയിൽ നമുക്കിങ്ങനെ ടാങ്കൊക്കെ വെക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഐസ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്കിനി ഈ ടാങ്കൊക്കെ തേച്ചൊരച്ച് കാണാം. പക്ഷെ നമ്മൾ 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടാങ്ക് വെച്ചു. പക്ഷേ നമ്മൾ ഈ ടാങ്ക് ചെറുതായിട്ടൊന്ന് മാറ്റി. കാരണം ആ ടാങ്ക് ചളിങ്ങിയിരിപ്പുണ്ട്. ചളിങ്ങിയെന്ന് വർത്താമെന്ന് വെച്ച് പിന്നെ വേറെ എന്തെങ്കിലും വെള്ളം ഒഴിച്ച് നോക്കാമെന്ന് വെച്ചപ്പോൾ ചെറിയൊരു ഊട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി മീനെപ്പോയി എടുത്തുകൊണ്ട് വരാം. മീനെപ്പോയി എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാം. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ 2 മീൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരെണ്ണം എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ചെറുതിനെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലുതിനെ ഞാൻ ഇട്ടിട്ടുണ്ട്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മീൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പ് എടുത്തോണ്ട് വരട്ടെ ഗൈസ്. ഞാനിപ്പോൾ ഉപ്പും കൂടെ കുറച്ച് എടുത്തോണ്ട് ഗൈസ്. ഞാനത് കുറച്ച് ഉപ്പും കൊണ്ടിരിക്കും, കല്ലുപ്പ് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ അങ്ങോട്ടുണ്ട് വെക്കാം. ഫസ്റ്റ് നമുക്കിതിനെടുക്കാം. ചെറുതിനെടുത്ത് നമുക്കിപ്പോൾ എവിടെ വയ്ക്കും? നമുക്ക് ചെറുതിനെ ഇവിടെ വയ്ക്കാം. നമ്മൾ ചെറുതിനെ അവിടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കത് ഇവിടെ വെക്കാം. കാരണം ഇവിടെ വെക്കുന്നതായിരിക്കും സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ തൽക്കാലത്ത് ഇവിടെ കിട്ടത് ഇതിവിടെ നിന്ന് എടുക്കാം. ഇതേ അങ്ങോട്ട് വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് എനിക്ക് ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇവിടെ ഇതും കൂടെ ഇരിപ്പാണ്. ഇതും കൂടെ ഇവിടെ ഇരിപ്പാണ്. നമുക്ക് ഇതും കൂടെ എൻ്റെ മണ്ടയിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ബലമായിരിക്കും. നമുക്ക് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇത് മതി. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കൂടെ വയ്ക്കാം.
ഇതിവിടെ വെച്ചിട്ടുണ്ട്, ചെറുതൂടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വലുതും കൂടെ പോയി എടുത്തോണ്ട് വലുതും നല്ല കുറച്ചധികം വെയിറ്റ് ആയിപ്പോയി തോന്നുന്നു വലുത്. വെള്ളമൊക്കെ അത്യാവശ്യം ഇത് ഭയങ്കര മോൺസ്റ്റർ കണക്കെ. ഇത് മോൺസ്റ്റർ ആവും, ഇത് വലുതാവുമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ വലിയൊരു ടാങ്കിൽ കിടപ്പുണ്ടായിരുന്നോളാം, കിടാവുണ്ടായിരുന്നു. എടുത്തോണ്ട് വരും എനിക്ക് ഇതിപ്പം കൂടെ ചേർന്നത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് മണ്ടയിലോട്ട് വെച്ചത്. അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ വെക്കുന്ന സേഫ് അല്ല. ഇത് കിടന്ന് ചാടും ചിലപ്പോൾ. ഇത് വിടിരിക്കട്ട്, ഇത് വിടിരിക്കട്ട്. നമുക്കിത് താഴോട്ട് വയ്ക്കാം. ഇത് സേഫ് അല്ല. ഞാൻ താഴോട്ട് വെച്ചിട്ടുണ്ട് കാരണം അത് വെയിറ്റ് ഉള്ളതുകൊണ്ടേ. അഥവാ അതിൻ്റെ ചെറുതായിട്ട് തെന്നിക്കഴിഞ്ഞാൽ ഒന്ന് വീഴും. നമ്മൾ ഉപ്പെടുക്കാം. ഉപ്പെടുത്തിട്ട് കൊണ്ട് നമുക്കിനി എല്ലാത്തിലും ഈ രണ്ടിലും കൂടെ നമുക്ക് ഉപ്പ് ഈ കല്ലുപ്പിടാം. കല്ലുപ്പ് കുറച്ച് വെള്ളമായിട്ട് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ഷാർക്കിന്റെ ടാങ്കിലും കൂടെ ഞങ്ങൾ ഇട്ട് കൊടുത്തു. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പം നമ്മളെ ഇതിൻ്റെ ടാങ്കിലോട്ട് പിന്നെ പേരെന്ത് വരുന്നത് ഗൗരിയുടെ ടാങ്കിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഗൗരിയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ നിൽക്കുക. ഞാൻ ടോർച്ച് എടുത്തോണ്ട് വരട്ട് പോയി. ഈ ടോർച്ച് നോക്കിയപ്പോൾ കണ്ടില്ല, പിന്നെ എൻ്റെ ടാബ് തന്നെ ആക്കി. ടോർച്ചായിട്ട് തൽക്കാലത്ത് ഗൗരിയെ കാണിച്ചു തരാം. കാണുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. പൊടിയാട്ടാ. ഒരെണ്ണം ഗർഭിണിയാണ്. ഇത് ഇതിനേക്കാളും സൈസ് വെക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മേടിച്ചു, അല്ലെങ്കിൽ ഇത്രയും ചെറുതിലേ മേടിക്കത്തില്ല ഇങ്ങനെയുള്ള മീനൊന്നും. നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റാക്കാൻ വെച്ചില്ലേ, അതൊക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് പൊട്ടിച്ച് മീൻ അങ്ങോട്ട് നമുക്ക് റിലീസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മണ്ടയിൽ ചെയ്യാം. പക്ഷെ എനിക്കാരും ഇവിടെ ക്യാമറമാനായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യുന്നത്. ഇതാണെങ്കിൽ ഭയങ്കര സീൽഡ് ആയിട്ടുള്ള കവറാണ്. എനിക്ക് തുറക്കാം. സീൽഡ് അല്ല, ഭയങ്കര റബ്ബർ ബാൻഡ് ഇട്ട് ഭയങ്കരമായിട്ടങ്ങ് ഇറുക്കി വെച്ചിരിക്കുക. കത്രിക എടുത്തോണ്ട് പോയായിരുന്നു. തുറന്നു കഴിച്ചു. അങ്ങോട്ട് മീനെ അങ്ങോട്ട് ഇടാം. നമ്മളവരെ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ചെറിയ ഇതിലുള്ള നമുക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. നോക്കവരെ ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇനിയാണ് നമ്മുടെ മോൺസ്റ്റേഴ്സ്. ഇനിയാണ് നമ്മുടെ മോൺസ്റ്റേഴ്സിനെ അടിക്കുന്ന ഭക്ഷണം. മോൺസ്റ്റേഴ്സ് റബ്ബർ ബാൻഡ് ഒത്തൊക്കെ ടൈറ്റായിട്ട് തന്നെ വെച്ചിരിക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഗൈസ്. എയർ ഫുള്ള് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. കണ്ണ് ചാടുമെന്ന് ഉണ്ട്. രണ്ട് മീനുകൾ ഒട്ടിച്ചിട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. രണ്ട് മീൻ ഇതിൽ നമ്മുടെ ചെറിയ കോഴിക്കാർ കുഞ്ഞു കുഞ്ഞുങ്ങൾ. ഇവർ വലുതായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വേറെ ടാങ്കിലോട്ടൊക്കെ മാറ്റും. ഇന്നലെ എനിക്ക് 5-6 കൈതക്കോര ഞാൻ കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് 100 കിട്ടി. കാരണം വലിയ കുറേ കൈതക്കോര കൊടുത്ത് പൊരിച്ചിന്ന് വേണ്ടി. അപ്പോൾ എനിക്ക് പൈസ കിട്ടി. ബാക്കി കവറായി. ഇത് നമുക്ക് മീൻ കൊടുക്കാൻ, മീൻ കൊടുക്കാൻ വരുന്നവർക്ക് കൊടുക്കാം. മീൻ മേടിക്കാം. കേട്ടോ മീനുകൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സി യു. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സി യു. ബൂം ബാ.